ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു ഹെയർ കെയർ ടിപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നല്ല വരണ്ട മുടിയുള്ളവർ, അതായത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർ, ഫ്രിസി ആയിട്ട് ഹെയർ ഉള്ളത്, എത്ര നമ്മൾ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കാതെ ഭയങ്കരമായിട്ട് ചാടി ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഹെയർ ഉള്ള ആളുകൾക്ക് അത് നല്ല സ്മൂത്തനാക്കാനുള്ള ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് പറയുന്നത്. സാധാരണ ഈ ഗതിയിൽ ഇങ്ങനെ മുടിയുള്ളവർ ഒരുപാട് അത്ര മുടി ഇഷ്ടമല്ല, മിക്കവാറും ആളുകൾക്ക് ഇഷ്ടമല്ല. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ വരണ്ട മുടി മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പാർലറിലൊക്കെ പോയിട്ട് സ്ട്രൈറ്റനിങ് ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് ആയിരങ്ങൾ വില വരുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ പാർലറിൽ ഈ മുടി സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ചിലവാകുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ളൊരു സാധനം വെച്ച് നമ്മുടെ മുടി നന്നായിട്ട് ഇതേപോലെ നല്ല സ്ട്രെയിറ്റ് ആക്കി എടുക്കാനും സ്മൂത്ത് ആക്കി എടുക്കാനും പറ്റും. എന്തായാലും നമ്മൾ പാർലറിൽ ചെയ്യുന്ന അതേ ഫിനിഷിങ്ങിൽ അത്ര സ്ട്രെയിറ്റ് ആയിട്ട് വരില്ല, പക്ഷേ നിങ്ങളുടെ വരണ്ട മുടി മാറി നല്ല എന്താ പറയുക, ഒരു സ്മൂത്ത് ടെക്സ്ചറിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഹെയർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക എന്ന് കേൾക്കുമ്പോൾ ആരും നെറ്റി ചുളിക്കേണ്ട വെണ്ടയ്ക്ക കൊണ്ടോ എന്നുള്ളത്. കാരണം വെണ്ടയ്ക്ക എന്ന് പറയുന്നത് നല്ല ഒരു കണ്ടീഷണറാണ്. നമ്മുടെ മുടി അത് സ്ട്രെങ്ത് ചെയ്യാനും അതേപോലെ തന്നെ നന്നായിട്ട് അത് സ്ട്രെയിറ്റൻ ആക്കാനും ഈ മുടിയുടെ വരൾച്ച അല്ലെങ്കിൽ വരണ്ട മുടി അല്ലെങ്കിൽ നല്ല ഒതുക്കമില്ലാത്ത മുടി അതൊക്കെ മാറാനൊക്കെ ഏറ്റവും സഹായിക്കുന്ന, കാരണം അതിനകത്ത് നല്ലൊരു മോയ്സ്ചർ കണ്ടൻറ് ഉണ്ട്. ഈ മോയ്സ്ചർ കണ്ടൻറ് നമ്മുടെ മുടിക്ക് നല്ലൊരു കണ്ടീഷണറായിട്ട്, നമ്മൾ ഈ ഷാമ്പൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ മുടി ഒതുങ്ങി കിടക്കുമ്പോൾ നല്ല ഒരു സ്മൂത്ത് ഫീലിംഗ് നമുക്ക് കിട്ടത്തില്ലേ. അതേപോലെ തന്നെയാണ് ഈ വെണ്ടയ്ക്ക നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു കണ്ടീഷണറാണത്. മുടി നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്ത് നല്ല സ്മൂത്ത് ആക്കാൻ ഇത് സഹായിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പാർലറിൽ പോയിട്ട് നിങ്ങൾ സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കിട്ടുന്ന അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും എന്നല്ല ഞാനിതുകൊണ്ട് പറയുന്നത്. നിങ്ങൾക്ക് നല്ല വരണ്ട മുടിയുള്ളവരാണെങ്കിൽ അത് നല്ല സ്മൂത്തായിട്ട് സിൽക്കി ആയിട്ട് കിടക്കും ഈ ഒരു രീതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, സി, കെ, അതേപോലെ കാൽസ്യം, പൊട്ടാസ്യം. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ മുടിക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏറ്റവും മെയിനായിട്ട് ഇതിനകത്തുള്ള മുസിലേജ് എന്ന് പറഞ്ഞൊരു കണ്ടൻ്റ് ഉണ്ട് ഈ വെണ്ടയ്ക്കയിൽ. അതാണ് നമ്മുടെ മുടിയിലെ മോയ്സ്ചർ നിലനിർത്താൻ സഹായിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നന്നായിട്ട് മുടി നല്ലതുപോലെ മോയ്സ്ചറൈസർ ആകുമ്പോൾ തന്നെ ആ മുടിയുടെ വരൾച്ചയൊക്കെ നല്ലതുപോലെ മാറും. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയാം. ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു 4 വെണ്ടയ്ക്ക അത്രയും മാത്രം മതിയാകും. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളമെടുത്ത് അതിനകത്ത് വെച്ച് തിളപ്പിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളച്ച് അത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അത് നല്ലതുപോലെ ഒന്ന് ഈ വെണ്ടയ്ക്ക തിളച്ച് വന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വെള്ളം നല്ല ഒരു സ്ലൈമി പോലെ ഇങ്ങനെ വലിഞ്ഞു വരുന്ന രീതിയിലുള്ളൊരു ലിക്വിഡ് വരും. നിങ്ങൾക്ക് ഇതിങ്ങനെ തിളപ്പിച്ച് വരുമ്പോൾ മനസ്സിലാവും, ഇങ്ങനെ എന്താ പറയുന്നത്, തിക്കായിട്ടുള്ള ഒരു ജെല്ലി പോലെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും. ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് 1/4 കപ്പ് വെള്ളത്തോളം ആയിട്ടുണ്ടാവും. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ വെണ്ടയ്ക്ക നന്നായി അരച്ചെടുത്തതിന് ശേഷം ആ പേസ്റ്റ് ഒരു തുണിയിലൂടെ അല്ല അരിപ്പയിലൂടെ അരിച്ച് പൊടികളോ അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ കഷ്ണങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തി നല്ലൊരു സ്മൂത്ത് പേസ്റ്റാക്കി എടുക്കാനായിട്ട് ഉറപ്പുവരുത്തുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കോൺ സ്റ്റാർച്ചാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺ സ്റ്റാർച്ച് വേറൊരു പാത്രത്തിലെടുത്ത് 1/4 കപ്പ് അളവിൽ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ ആ ഒരു പൾപ്പുണ്ടല്ലോ നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്, അതിലേക്ക് ഈ കോൺ സ്റ്റാർച്ച് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ചൂടാക്കി എടുക്കുക. ഇനി ഈ ഒരു സമയത്തേക്ക് ഇത് നന്നായിട്ട് കോൺ സ്റ്റാർച്ച് കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ തിക്കായി തുടങ്ങും. ഒരുപാട് ഭയങ്കര കട്ടിയിലുള്ളൊരു തിക്നെസ് അല്ല നമുക്ക് വേണ്ടുന്നത്. ഏകദേശം നമ്മുടെ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇല്ലേ, ആ ഒരു അത് ഒഴുകി വരുമ്പോൾ ഉള്ളൊരു ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു രീതിയിലാണ് നമുക്കിത് വേണ്ടുന്നത്. അപ്പം ചൂടാറി കഴിയുമ്പോഴും കോൺ സ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി കട്ടിയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം നിങ്ങൾ ആ ഒരു ഏകദേശം ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് ഇത് ചൂടാറിച്ച് എടുക്കുക. അപ്പോൾ നിങ്ങൾ തേക്കാൻ നേരം നമ്മൾ കണ്ടീഷണറൊക്കെ തേക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് വാട്ടറി അല്ല, എന്നാൽ ഒരുപാട് തിക്ക് പേസ്റ്റുള്ള ഹെയർ മാസ്ക് ഒക്കെ ഇടുന്ന ആ ഒരു രീതിയിലുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടുന്നത്.
ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നന്നായി വാഷ് ചെയ്തതിന് ശേഷം നല്ല ഓയിലൊന്നും ഇല്ലാത്ത നല്ല ക്ലീനായിട്ടുള്ള മുടി വേണം. അപ്പോൾ നിങ്ങളൊന്ന് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത മുടിയെ അതിലേക്ക് ഇതേപോലെ സെക്ഷനായിട്ട് എടുത്ത് ഓരോ ചെറിയ ചെറിയ മുടിയുടെ ലെയറുകളായിട്ടെടുത്ത് അതിലേക്ക് ഈ ഒരു പേസ്റ്റ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. തേച്ച് പിടിപ്പിച്ച ശേഷം വട്ടത്തിൽ കെട്ടിവെക്കാതെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും നീളത്തിൽ ചീകി മൊത്തം മുടിയും നല്ലതുപോലെ പുറകിലേക്ക് വെച്ച് ചീപ്പ് കൊണ്ട് താഴേക്ക് ചീകി സ്ട്രെയിറ്റ് ആക്കി തന്നെ വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഇത് ഏകദേശം ഒരു ടവലോ വെല്ലം വെച്ചിട്ട് നിങ്ങൾക്കിത് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കാരണം ഇത് മുടിയിൽ തേച്ച് വെച്ചേക്കുമല്ലേ, ഒരു മിനിമം 2 മണിക്കൂർ നേരമെങ്കിലും ഇത് നിങ്ങൾ തലയിൽ വെക്കണം. അതിനുശേഷം നിങ്ങൾക്കൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഇതിന് കൂടുതൽ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ഏകദേശം 2 വട്ടം നിങ്ങൾക്കത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് മുടിക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇത് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു രീതി നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്